ഹായ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ സർവീസ് റോഡ് 2 ആക്കിയുള്ള ഈ ഒരു തീരുമാനം? ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ, പിന്നെയാണ് ഈ വീഡിയോ കണ്ടത്. NH-66 അതിന്റെ സൈഡ് റോഡ് എല്ലാം 2 വേ ആണ്. നമ്മൾ ഇടതുവശം ചേർന്ന് മാത്രമേ വാഹനം ഓടിക്കാവൂ. ഏത് റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചാലും. NH-66 സർവീസ് റോഡ് 1 വേ ആണോ 2 വേ ആണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു എല്ലാവരും. ആ സാഹചര്യത്തിൽ ആളുകളൊക്കെ വലതുവശം ചേർന്നാണ് വണ്ടി ഓടിച്ചിരുന്നത്. ആ സമയത്തെ അത്യാവശ്യം നല്ല അപകട സാധ്യതകൾ നിലനിന്നിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സർവീസ് റോഡും NH ഒക്കെ വന്നപ്പോഴുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റോങ് സൈഡ് വന്നിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്നുള്ളതായിരുന്നു. NH-66 സർവീസ് റോഡ് 2 വേ ആയി പ്രഖ്യാപിച്ചല്ലോ. നമ്മുടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇടതുവശം ചേർന്ന് തന്നെ വണ്ടി ഓടിക്കണമെന്നാണ്. അത്തരത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം പതിയിരിക്കുന്നത് എക്സിറ്റിലായിരിക്കും. NH-ൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ വണ്ടി എൻ്റെ നേരെ വരികയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഞാൻ ശ്രദ്ധയോടുകൂടി ഓടിക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ അപകടം ഇല്ലാതെ പോകുന്നത്. ഈ നിയമം വന്നതോട് കൂടിയിട്ട് രണ്ടാമതായി അപകട സാധ്യത കൂടുതൽ വരുന്നത് സിഗ്നൽ ഉള്ളതോ ഇല്ലാത്തതോ ആയ ജംഗ്ഷനുകളിലായിരിക്കും. സർവീസ് റോഡ് 2 വേ ആകുന്നതോടുകൂടി നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നമാണ് ട്രാഫിക് ജാം. മറ്റൊരു അപകട സാധ്യതയാണിത്. 2 ലൈനിൽ ഒരു ലൈനിൽ ഇത്തരത്തിൽ വലിയ വണ്ടിയോ ചെറിയ വണ്ടിയോ എന്തെങ്കിലും പാർക്ക് ചെയ്താൽ നമ്മൾ അതിനെ മറികടക്കുന്ന സാഹചര്യത്തിൽ ആക്സിഡന്റ് സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ 1 ലൈനിലേക്ക് എക്സിറ്റ് ഉള്ള സർവീസ് റോഡുകളിൽ എന്ത് ചെയ്യും? ഞാനൊരു ഡെലിവറി വാനിലെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, 3ാമത്തെ ലൈനിലൂടെ പോകുന്ന വണ്ടി പെട്ടെന്ന് എക്സിറ്റ് കാണുമ്പോൾ നേരെ ക്രോസ് ചെയ്ത് എക്സിറ്റ് ഇറങ്ങുന്നതും, അതുപോലെ 1ാമത്തെ ലൈനിലൂടെ പോകുന്ന വണ്ടി എക്സിറ്റ് കഴിഞ്ഞു പോയിട്ട് പെട്ടെന്നാണ് ശ്രദ്ധപ്പെടുന്നതെങ്കിൽ റിവേഴ്സ് വന്നിട്ട് എക്സിറ്റ് അടിച്ച് ഇറങ്ങുന്നതൊക്കെ. അത്തരത്തിൽ NH-66 ഏത് രീതിയിൽ വാഹനം ഓടിക്കണമെന്ന് ഒരു ധാരണയും ഇല്ലാത്ത ആളുകൾക്കിടയിലേക്കാണ് ഈ NH-66 സർവീസ് റോഡ് 2 വേ ആക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. എല്ലാവരും നല്ല ജാഗ്രതയോടുകൂടി വാഹനമായിട്ട് റോഡിലിറങ്ങുക.